യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നതേ കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഭയങ്കര അതിശയമായിട്ട് തോന്നും. അങ്ങനെയുള്ളൊരു ഡിഷ് കൊണ്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കിയിരിക്കുന്നത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പൊ നമുക്ക് ഈ വെറൈറ്റി പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത കൊണ്ടാണ്. കുറച്ച് പേർക്കെങ്കിലും അതിശയം തോന്നിക്കണോ, അയ്യോ പാസ്ത കൊണ്ട് പായസമോന്ന്. ഇതാണ് ഞാൻ ആദ്യം പാസ്ത കൊണ്ടെന്ന് പറഞ്ഞാൽ പിന്നീട് വീഡിയോ ആരും കാണില്ല. എന്താണെന്ന് അറിയത്തില്ല, ആർക്കും പാസ്ത അങ്ങോട്ട് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഇത് ഡിസാനോടെ റവയുടെ പാസ്തയാ കേട്ടോ, നല്ല പാസ്തയാ. ഞാനിവിടെ ഫുസിലി പാസ്തയാണ് എടുത്തിരിക്കുന്നത്, അല്ലാതെ പെന്നെ പാസ്ത ഉണ്ടല്ലോ നീളമുള്ളത്, അത് വേണമെങ്കിലും എടുക്കാം. ഇതിന് പകരം മക്രോണി എന്നും പറഞ്ഞ് വരുമല്ലോ ചെറിയത്, അത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ പാസ്ത എന്ന് കേട്ടിട്ട് മുമ്പോട്ട് ആരും കാണാതിരിക്കരുത്, നല്ല റെസിപ്പിയാണേ. അപ്പോൾ ഇതിന് 1 കപ്പാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ ഈ കവറിനകത്ത് ലാസ്റ്റ് ഇത്തിരി കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എല്ലാം ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഒരു 1.25 കപ്പില്ല. ആദ്യം നമുക്ക് ഈ പാസ്ത ഒന്ന് വേവിക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, അതൊരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. പാസ്ത പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചു. നമുക്കതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ പാസ്ത മസാല ഇട്ട് പാസ്ത ഉണ്ടാക്കത്തില്ലേ, അതിനേക്കാൾ കുറച്ചുകൂടി വേവണം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ പായസങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടുന്ന സംഭവമാണല്ലോ നട്ട്സ് എന്ന് പറയുന്നത്. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അത് കുറച്ചേ ഉള്ളായിരുന്നേ. അതുകൊണ്ട് കുറച്ച് ബദാമും പിന്നെ റൈസിൻസ് ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചേർക്കാം കേട്ടോ. ബദാം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുക്കുന്നത്. ഈ സമയം കൊണ്ട് പാസ്ത നമ്മുടെ പായസത്തിന് പാകമായ രീതിയിൽ വെന്തിട്ടുണ്ട്. വെള്ളം തിളച്ച് പാസ്ത ഇട്ടതിന് ശേഷം 12 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഞാൻ വേവിച്ചിട്ടുണ്ട്. ഈ 12 മിനിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കൂടാം കുറയാം. അത്യാവശ്യം നന്നായിട്ട് വേവണം, ഇതാണ് കണക്ക്. ഇനി നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം ഒരു കണ്ണോപ്പയിലോട്ട് ഇട്ട് വെക്കാം, ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. അപ്പൊ ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് എന്താ പറയുന്നത്, ചമ്മന്തി പോലെ അങ്ങ് അരയണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. കുറച്ച് കഷ്ണങ്ങളായിട്ടും കുറച്ച് നന്നായിട്ട് അരഞ്ഞും ആ പരുവത്തില്. ഇനി ഇങ്ങനെ ചോപ്പ് ചെയ്യാതെ നമുക്ക് കത്തി കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കി വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തപ്പോൾ ഞാൻ ഇതുപോലെ കത്തി കൊണ്ട് ചെറിയ പീസാക്കിയാണ് ചെയ്തത്. പക്ഷേ അതിനേക്കാളും നല്ല ടേസ്റ്റും നല്ല ഒരു പെർഫെക്ഷനും കിട്ടുന്നത് ഇങ്ങനെ മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കുമ്പോഴേ. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അങ്ങനെ ചെയ്യാമേ. ഞാനിപ്പോൾ മിക്സിയിലാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. മിക്സിയിൽ ചെയ്യുമ്പോൾ കുറേശ്ശായിട്ട് ഇട്ട് ചെയ്യണം, എങ്കിലേ നന്നായിട്ട് ചതഞ്ഞ് കിട്ടത്തുള്ളൂ. ഓവറായിട്ട് ഇട്ടാൽ അത് നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇട്ടത് അത്യാവശ്യം നല്ലതുപോലെ ഒരു 80% അരച്ചും ബാക്കി 2 പ്രാവശ്യം ഇട്ട് ചെയ്തത് ഒന്ന് ചതച്ചുമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ച ശേഷം അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3/4 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അത് മൊത്തം ഒഴിക്കുന്നില്ല, പകുതി ഭാഗമേ ഒഴിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ലാസ്റ്റിൽ ചേർക്കാം. ഇത് കാച്ചിയ പാലാണ്. കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ടല്ലോ, അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നല്ലതുപോലെ ചതച്ചും കുറച്ചല്ലാതെയും എടുത്തേക്കുന്നത് കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ ഇതോടൊപ്പം തന്നെ ഞാൻ ചേർക്കുന്നത് ചവ്വരി. ഇത് ഞാൻ അരമണിക്കൂറോളം വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിട്ടു. അതിനുശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം അടച്ചു വെച്ചതാണ്. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ അത് ചവ്വരി നന്നായിട്ട് സോഫ്റ്റ് ആവുമേ. അപ്പൊ നിങ്ങൾ പായസം വെക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നേരത്തെ ഇതിങ്ങനെ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിന്റെ കൂട്ടത്തിൽ കിടന്ന് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അതല്ലാതെ ഡയറക്റ്റ് ഇടുകയാണെങ്കിൽ ഒത്തിരി സമയം എടുക്കുമേ ഇത് വേവാനായിട്ട്. ഡയറക്റ്റ് കുക്കറിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വെന്തൊക്കെ കിട്ടും. പക്ഷെ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പവും നല്ലതുമായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതിലേക്ക് ഞാൻ ലേശം നെയ്യ് കൂടി ചേർക്കുന്നുണ്ടേ. പായസം എന്ന് പറയുമ്പോൾ നെയ്യിന്റെ ടേസ്റ്റ് ഇത്തിരി വേണമല്ലോ. അപ്പൊ തീ കൂട്ടി ഇടണ്ട, കുറഞ്ഞു തന്നെ കിടക്കട്ടെ. ഒരു 10-15 മിനിറ്റ് ഈ പാലിനകത്ത് തന്നെ ഇതെല്ലാം കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് യോജിക്കണം, എങ്കിലേ നമ്മുടെ പാസ്തയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇതിപ്പോ നോൺ സ്റ്റിക്ക് ആണ്, അടിക്ക് പിടിക്കില്ല. അപ്പൊ നിങ്ങളുടെ പാത്രത്തിൽ ഡിപ്പെൻഡ് ആണ് ഇത്. ഇതിപ്പോ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ചും ചേർക്കാം, ഞാനിപ്പോൾ അല്ലാതെയാണ് ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് പഞ്ചസാര. അപ്പൊ മധുരം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. മധുരം കൂടുതൽ വേണോ കുറവ് വേണോ. അവര് കണ്ടോ നന്നായിട്ട് വെന്ത് നല്ല കണ്ണ് പോലെ കിടക്കുന്നത് കണ്ടോ. ഇത്രയും സമയം കൊണ്ട് തന്നെ ആ പാസ്തയോടൊപ്പം കിടന്നത് നന്നായിട്ട് അങ്ങ് വെന്തു. ഇപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് പാസ്ത എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. അതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. അതിനുശേഷം നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം ആ ചൂട് നെയ്ക്കകത്ത് തന്നെ ആ ബദാമും ഒന്ന് ഇട്ട് മിക്സ് ചെയ്തെടുത്തതാണേ. അപ്പൊ നെയ്യ് കൂടി പായസത്തിലോട്ട് ഒഴിച്ചേരെ.
നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ബാക്കിയുള്ള പാലുണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് ഇരിക്കും തോറും കുറുകുമേ, അതിനുവേണ്ടിയാണ് നമ്മൾ ലാസ്റ്റിലത്തേക്ക് കുറച്ച് പാല് മാറ്റി വെച്ചിരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ ലാസ്റ്റില് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. കറുകപ്പട്ട പൊടിച്ചത് അതും പിന്നെ ഞാൻ കുറച്ച് ചുക്ക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ നല്ല ഈസിയാണ്, ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇത് തണുപ്പിച്ചോ ചൂടോടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പൊ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.